ഏതായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒന്ന് ആഘോഷിച്ചേക്കാന്ന് വെച്ചു. നമ്മുടെ ആശുപത്രിയിൽ എല്ലാ പ്രാവശ്യവും ക്രിസ്മസ്, ന്യൂ ഇയർ, പൊങ്കൽ, ദീപാവലി ഒക്കെ വരുമ്പം ഞങ്ങളിങ്ങനെ കോലമിടാറുണ്ട്. ആദ്യം ഔട്ട്ലൈൻ മാത്രം ഞാനൊന്ന് വരച്ചു കൊടുത്തു. ബാക്കി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്വാതി നല്ല അകലത്തിൽ വരച്ചു. എനിക്ക് അത്രയും ഇതായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് വരയ്ക്കും, പക്ഷേ ഇതുപോലെ നല്ല കട്ടിക്കിടാൻ അറിയത്തില്ല. അപ്പം അവളാണ് ബാക്കി ചെയ്യാറ്. പിന്നെ ബാക്കിയുള്ള കളറുകളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിടുന്നതാണ്. എന്നെ കറക്റ്റ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പേഷ്യൻ്റ് വന്ന കാരണം, പിന്നെ ഡോക്ടർ വിളിച്ച കാരണം ഓരോരുത്തരും ഓരോ പണിക്ക് പോയി. പിന്നെ ഞങ്ങൾ കുറേശ്ശെ ആയിട്ട് രണ്ടുപേരും മാറ്റി മാറ്റി ഇട്ടു. അടിപൊളിയായിരുന്നു. നല്ല ഒരു സന്തായുടെ ഒരു നല്ലൊരു മുഖം എടുത്തിട്ട് അത് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അന്നേരം പിന്നെ പറഞ്ഞു, അയ്യോ ബെല്ലില്ലാതെ എങ്ങനെയാണ്, അങ്ങനെ എന്നാൽ പിന്നെ ബെല്ലും വരച്ചേക്കാമെന്ന് വെച്ചു. അവസാനം ഒരു നക്ഷത്രം വരച്ചു, പക്ഷേ ഒന്നിനും കൊള്ളിയല്ലാത്തൊരു നക്ഷത്രമായിപ്പോയി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. തിരിഞ്ഞു പോയി പറഞ്ഞപ്പം, എന്നാലും കുഴപ്പമില്ല. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന് ഞാൻ കേരളത്തിൽ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിക്കിവിടെ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല. എപ്പോഴും പോലെ തന്നെ ഡ്യൂട്ടിയുണ്ട്, ജോലിക്ക് പോകണം. ജോലിക്ക് പോയി ഇനി ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ഡ്യൂട്ടിക്ക് പോയാൽ മതി. അന്നേരം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കാമെന്ന് വെച്ചു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ വരച്ച കോലമൊക്കെ എന്നൊന്ന് പറയണം. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫാമിലിക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ന്യൂ ഇയറിന് ഞാൻ കേരളത്തിൽ വരുമ്പം ഞാൻ ഏതായാലും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെയൊക്കെ പോട്ടെ അല്ലേ. പിന്നെ ഇന്നത്തെ പരിപാടികളൊക്കെ എന്നാൽ എല്ലാവരും നല്ല കമൻസൊക്കെ ഇടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല, നോർമൽ ഒരു ഡേ പോലെ ഉള്ളൂ. തമിഴ്നാട്ടിൽ കുറച്ച് ഏരിയകളിൽ മാത്രമാണ് അധികം ക്രിസ്മസ് ആഘോഷം ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഈ ഏരിയയിൽ അധികം ക്രിസ്മസ് ആഘോഷം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ അവിടുത്തെ പോലെയല്ല, എല്ലാവരും കൂടെ അല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോരോ ആഘോഷങ്ങളും അവരുടേതായ രീതികളിലാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അവർക്കെല്ലാം ഞാൻ ക്രിസ്മസ് ആശംസകളൊക്കെ രാവിലെ അറിയിച്ചു. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണല്ലോ ഈ പടക്കം പൊട്ടിക്കലും നക്ഷത്രം തൂക്കലും നക്ഷത്രം ഉണ്ടാക്കലും. പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ, മറ്റേ ഇല്ലിയുടെ പിന്നെ ഇതില്ലേ, അത് വെച്ചിട്ട് നമ്മൾ നക്ഷത്രം ഉണ്ടാക്കി ഭയങ്കരമായിട്ട് അത് വർണ്ണക്കടലാസൊക്കെ വെച്ച് ഒട്ടിച്ച് ഏറ്റവും വലിയ ഇടാനൊക്കെ ആയിരുന്നു നമ്മൾ നോക്കാറ്. നല്ല രസമായിരുന്നു അന്നത്തെ അല്ലേ. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ നക്ഷത്രമൊന്നും പുറത്തു പോയി അധികം വാങ്ങാറില്ല. വലിയൊരു പിന്നെ ഇതൊക്കെ റെഡിയാക്കി നമ്മുടെ അതൊക്കെ തൂക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ബൾബൊക്കെ ഇട്ട് അതൊക്കെ ഒരു രസമായിരുന്നു അല്ലേ. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആഘോഷിച്ച ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ എന്നാണേലും കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ നമുക്ക് വലിയതല്ലേ. പിന്നെ കരോൾ വരുമ്പോഴത്തേക്കും കണ്ണും തിരുമ്മി ഓടി വന്ന് നിൽക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ കരോളായിട്ട് ആരും അങ്ങനെ വരാറൊന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ? എല്ലാവരും കരോൾ ഗാനങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയിലായിരുന്നു ഞാൻ വിചാരിച്ചു.